നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നടന്നത് പൂജയാണോ കല്യാണമാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. രണ്ടായാലും രണ്ടുപേരും ഏതെങ്കിലും വിധത്തിൽ യോജിച്ചു പോയാൽ മതിയായിരുന്നു. സത്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ വലിയ ബഹുമാനം തോന്നുന്നു. കൊച്ചുകുട്ടികൾ ദുശാഠ്യം കാണിക്കുമ്പോ നമ്മൾ അവരെ തല്ലിയോ ഭയപ്പെടുത്തിയോ ഒക്കെ വരുതിക്ക് കൊണ്ടുവരും. അതുപോലെ മുതിർന്ന കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോ അവരെ എങ്ങനെ നേരിടാം എന്നതിനുള്ള പാഠമാണ് നിങ്ങൾ ഇവിടെ നൽകിയത്. പൂജ വെറുമൊരു അനുഷ്ഠാനമല്ല, പ്രശ്നപരിഹാരത്തിനുള്ള വഴിയായിട്ടാ ഇവിടെ മാറിയത്. എന്തായാലും ആ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദിയുണ്ട് തിരുമേനി. അവർ തമ്മിൽ യോജിപ്പിക്കാനുള്ള ഈ സൂത്രപ്പണിയിൽ ഞങ്ങൾക്കൊപ്പം നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതൊരു ദക്ഷിണയാ. ഇതും കൂടി സ്വീകരിച്ച് അവരനുഗ്രഹിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. പുഷ്പഞ്ചേട്ടൻ എവിടെയായിരുന്നു? ഞാനൊക്കെ മുകളിലായിരുന്നു. അരുന്ധതി നക്ഷത്രത്തെ ഒന്ന് കാണാൻ പോയതാ. എന്നിട്ട് കണ്ടോ? കണ്ടു. വയറ് നിറഞ്ഞു. അല്ല, മനസ്സ് നിറഞ്ഞു. അയ്യോ, ഒറ്റയ്ക്ക് കണ്ടിട്ട് ഫലമില്ലല്ലോ പുഷ്പഞ്ചേട്ടാ. ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ? ആയ കാലത്ത് അരുന്ധതി നക്ഷത്രത്തെ കാണാനോ കൂടെ ആരെങ്കിലും കൂട്ടാനോ തോന്നിയില്ല. ഇനിയിപ്പോ നമ്മുടെ നേരം വിളിക്കാറായില്ലേ? ശരി അഞ്ജലി, ഞങ്ങളെന്നാ പുറപ്പെടുന്നു. പൂജിച്ച് യോജിപ്പിച്ച നവദമ്പതികൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇന്നൊരു ദിവസത്തേക്ക് പ്രസാദേട്ടൻ കൂടി ഇവിടെ നിൽക്ക. ആരതി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ? മുരളി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാ. ഇല്ലില്ല, മുരളി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആരതി എങ്ങനെ പ്രകോപിപ്പിച്ചാലും മുരളി അനങ്ങില്ല. അവൻ കാരണം ഇവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. അത് എന്റെ ഉറപ്പാ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹരി ഇവിടെ നിൽക്കട്ടെ. അവന്മാര് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാ. വഴക്കും വക്കാണൊക്കെ ഉണ്ടെങ്കിലും രണ്ടാളും ഒരേ മനസ്സുള്ളവരാ. മുരളിയെ നിയന്ത്രിക്കാൻ എന്നെക്കാൾ പറ്റിയത് ഹരിയ. അവനോട് നിൽക്കും. അല്ല, അത് വേണോ? ഏത്? അല്ല, ഹരിയെ മാത്രം ഇവിടെ നിർത്തുന്നത് അത് ഒരതുമില്ല. അവനോട് നിൽക്കട്ടെ. നിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നല്ലതിനായിരിക്കും വിചാരിച്ചാൽ മതി. അതെന്താ പുഷ്പഞ്ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ മുരളി ആരതിക്ക് താലി കെട്ടിയത്. അതിപ്പോ കല്യാണം വരെയായി. അല്ല, ഇനിയും അതുപോലെ അപ്രതീക്ഷിതമായി വല്ലതും സംഭവിച്ചാൽ അതും നല്ലതിനായിരിക്കുമെന്ന് പറയായിരുന്നു. വാ, നമുക്ക് പോവാം. ശരി അഞ്ജലി. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.